ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് താറാവ് കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഏകദേശം 1 കിലോയാണ് താറാവ് ഇറച്ചി എടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മളൊരു കുക്കറിൽ ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 വലിയ സവോള ചെറുതായി അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, 5 പച്ചമുളക് കീറിയതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ സവോളയാണെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാം. സാധാരണ നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുന്ന അത്രയും സവോള വഴന്ന് വരണ്ട, അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 7 എണ്ണം ചേർക്കണം. സവോള ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിക്കൊക്കെ ആകുമ്പോൾ ഒരു കുത്തലുണ്ടാവും, അപ്പോൾ അത് മാറാനായിട്ട് ഇതേപോലെ കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, 4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ റെഡിമെയ്ഡ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടി നന്നായിട്ടൊന്ന് പച്ചച്ചുവയൊക്കെ മാറി വരുന്നത് വരെ ഇതേപോലെ വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം നമുക്ക് ഇതേപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ എണ്ണ ചേർക്കുന്നത് കൊണ്ട് പൊടി നല്ല പാകത്തിനായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കിലോയോളം താറാവ് ഇറച്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇറച്ചി കഷ്ണങ്ങൾ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതേപോലെ കുറച്ച് സമയം ഇളക്കി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇനി ഇറച്ചിയിലേക്ക് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. നേരത്തെ സവോളയിൽ കൂടുതൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ പോരാത്ത ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 വിസിലിനാണ് ഇറച്ചി വേവിച്ചെടുത്തിരിക്കുന്നത്. അത് ഇറച്ചിക്കധികം മൂപ്പില്ലാത്തത് കൊണ്ടാണ്. മൂത്ത ഇറച്ചിയാണെങ്കിൽ ഒരു 8-9 വിസിലൊക്കെ വേണ്ടി വരും. ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് 8 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഇതേപോലെ വയ്ക്കാം. കറി കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയൊന്ന് മിക്സാക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റോളം ഇതേപോലെ തന്നെ തിളപ്പിക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രം ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3-4 മിനിറ്റോളം ഇതേപോലെ തിളപ്പിക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ, താറാവ് കറി റെഡിയായിട്ടുണ്ട്. ഈ കറി കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ഉച്ച സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല പാകത്തിനായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.